ഹലോ സുഹൃത്തുക്കളെ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാണ് നമ്മുടെ മിഷാൽ നാസർ കണ്ണഞ്ചേരി. ഇദ്ദേഹം നമ്മുടെ കസിൻ ബ്രോ ആണ്. അപ്പോൾ ഇദ്ദേഹം 2 ദിവസമായി ഗൾഫിൽ നിന്ന് വന്നിട്ട് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം നമ്മൾ തെളിനീരിൽ ആറാടാൻ വേണ്ടി പോവുകയാണ്. എങ്ങോട്ടാണ് പോകുന്നത്? ആനക്കാംപൊയിലേക്ക്. വീട്ടിൽ നിന്ന് രാവിലെ തന്നെ ഞങ്ങൾ വണ്ടി എടുത്ത് ഇറങ്ങിയതാണ്. ഇളവന്നൂർ മഠത്തിലെ ഇണക്കുരുവി അണ്ണ എങ്ക പറഞ്ഞാ എങ്ക പറ ഒരു ഹായ് കാണിക്ക്. ഓക്കെ, അത് നമുക്കിനി പുറത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. അതെ, ഇതിപ്പോൾ നമ്മൾ ആനക്കാംപൊയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഭാഗങ്ങളിലൊക്കെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നല്ല ഭംഗിയാർന്ന സ്ഥലങ്ങൾ തന്നെയാണ് കണ്ണിന് കുളിർമയേക്കുന്നത്. ഇപ്പോൾ എവിടെയാണെങ്കിലും ഇപ്പോൾ രാവിലെയും വൈകുന്നേരത്തിനൊക്കെ പ്രത്യേക ഭംഗിയാണല്ലോ. രാവിലത്തെ കാഴ്ചകൾ എന്ന് പറഞ്ഞപ്പോൾ നല്ല കണ്ണിന് കുളിർമയേക്കുന്ന കാഴ്ചകൾ പുറത്ത് കാണാം. ഇടയ്ക്ക് നമ്മൾ പോകുന്ന സ്ഥലത്തെക്കുറിച്ച് പ്രേക്ഷകർക്ക് വേണ്ടി 2 വാക്ക് പറയൂ. എന്താണ് താങ്കൾ പറയാനുള്ളത് പോകുന്ന സ്ഥലത്തെക്കുറിച്ച്? നമ്മളിപ്പോൾ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നിഗൂഢമായിട്ടുള്ള ഒരു ഏരിയയിലാണ് നമ്മൾ പോകുന്നത്. പുലി ഇറങ്ങുന്ന സ്ഥലം പറയാൻ പറ്റില്ല കേട്ടോ. ഇപ്പൊ പുലി എന്ന് കഴിഞ്ഞാൽ മണ്ടാനോടി കയ്യിലാണ്. ഞാൻ പായിട്ടോ, ഞാൻ ഇതാക്കിട്ടോ, ഞാൻ കുടിച്ചിരിക്കേ മണ്ണിലോട്ടാണ് നല്ല വിഷമമുണ്ട്. ഞാൻ അടിച്ചു പറ്റി. ഈ പുഴയ്ക്കെന്ത് ചേലാണ് നിങ്ങളുടെ ഹായ് പറയും. ഹായ്. പണ്ട് ചിങ്കിടി നമ്മളെ കൂട്ടല്ലോ. ഇപ്പൊ നമുക്ക് കാണാൻ കഴിയുന്നത് രാവിലെ തന്നെ ജോലിക്ക് പോകുന്ന അന്യസംസ്ഥാന തൊഴിലാളികളെയാണ്. ആയേ ഹോ മേരി ജിന്ദഗി മേ തും ബഹാർ ബൻകേ. സഹൃദയരെ, ഹലോ. അങ്ങനെ നമ്മൾ എവിടെ എത്തിയിരിക്കുന്നു? ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് കുറച്ചും നടക്കണം. അപ്പം കാറ് പാർക്ക് ചെയ്തിട്ട് നമ്മൾ അങ്ങോട്ട് നടക്കാൻ പോവുകയാണ്. പോകുന്ന വഴിയിൽ നമുക്ക് നല്ല കടലാസ് പൂക്കളെയൊക്കെ കാണാം. ഓ, എനിക്കൊക്കെ ഓർമ്മ ഉണ്ട്. തെളിഞ്ഞ വെള്ളം. നമുക്കിവിടെ ഈ പ്രകൃതിക്കിടയിൽ നല്ലൊരു തൂക്കുപാലം കാണാം സുഹൃത്തുക്കളെ. നമ്മൾ ഓരോരുത്തരായി അങ്ങോട്ട് ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് പോയി നോക്കാം. എന്താ ഭംഗിയിലെ ഈ തെളിനീരുറവയും പാറക്കെട്ടും ഈ പ്രഭാത സൂര്യനും കൊണ്ട് കാണുമ്പോഴുള്ള കണ്ണിൻ്റെ കുളിർമ. അപ്പം നമ്മൾ തെളിനീർ തടാകം ലക്ഷ്യമാക്കിക്കൊണ്ട് നടക്കുകയാണ് സുഹൃത്തുക്കളെ. ഈ പാറകളൊക്കെ ചാടിക്കടന്ന് സാഹസികമായി വേണം അങ്ങോട്ടെത്താൻ. ഇതൊക്കെ എന്ത്! അങ്ങനെ നമ്മളിതാ തെളിനീർ തടാകത്തിനരികിലെത്തിയിരിക്കുന്നു സുഹൃത്തുക്കളെ. ഇനി നമുക്ക് നീരാടാനുള്ള സമയമാണ്. ഈ തെളിനീർ തടാകത്തിൽ തണുത്ത വെള്ളത്തിൽ നീരാടണം. അപ്പോൾ ഓരോരുത്തരായി ഇറങ്ങട്ടെ. സുന്ദരമായ പാറക്കെട്ടുകളും തെളിനീർ തടാകവും പച്ചപ്പും അതിനിടയിൽ കൂടെ പ്രഭാത സൂര്യൻ. എന്തൊരു ഭംഗി! ഇപ്പോൾ ഒരു പാട്ടാണ് സുഹൃത്തുക്കളെ ഓർമ്മ വരുന്നത്. കുടശാത്രിയിൽ കുട ചൂടുമാ കൊടമഞ്ഞ് പോലെ ഈ പ്രണയം എന്നെ തഴുകുന്നു, എന്നെ പുണരുന്നു,
രാഗസാന്ദ്രമാണീ പ്രണയം കസ്തൂരി മണക്കുന്നല്ലോ കാറ്റിൽ നീ വരുമ്പോൾ കൺമണി നീ കഥ പറഞ്ഞ് കവിളിണ തഴുകിയോ നീ. നിങ്ങൾ വിചാരിക്കുമ്പോൾ ഞാൻ വരമ്പത്തിരുന്ന് പാട്ട് പാടാൻ പോകുന്നതാണോ? വെള്ളത്തിൽ ഇറങ്ങില്ലേ? ഇറങ്ങാൻ പോകാം ഗൈസ്. ഇനി കളി വെള്ളത്തിൽ. യെസ്, ഓക്കെ, പിക്ക് എടുക്കൂ. ഓക്കെ, ഇറങ്ങിയിരിക്കാം ഗൈസ്. അങ്ങനെ മതിയോ? ഓക്കെ. അങ്ങനെ ഞങ്ങൾ ഈ തെളിനീരിൽ നീരാടിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നീരാട്ടം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നീരാടുവാൻ നിളയിൽ അങ്ങനെ നമ്മുടെ നീരാട്ടി ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇനി പ്രഭാത ഭക്ഷണം. നമ്മുടെ ഖത്തർ ഷെയ്ഖ് മിഷാൽ നസർ കണ്ണഞ്ചേരിയുടെ വക നല്ല മുരിഞ്ഞ പൊറാട്ടയും നല്ല ലിവറും നല്ല ബോട്ടിയൊക്കെ വാങ്ങിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് മനസ്സിൽ കണ്ടുകൊണ്ട് ഞങ്ങളങ്ങനെ വാഹനത്തിൻ്റെ അരികിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഈ ചെടി കുറേ കാലത്തിന് ശേഷം കാണുകയാണ്. ഇതിൻ്റെ പേരെന്തായിരുന്നു? പൂച്ചവാലോ അങ്ങനെ എന്തോന്നായിരുന്നു അല്ലേ? ചെറിയൊരു ഓർമ്മ. അങ്ങനെ ഞങ്ങളിതാ പ്രഭാത ഭക്ഷണവും ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ ഞങ്ങളിതാ പ്രഭാത ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഇതാ ഒരു ഹോട്ടൽ കണ്ടെത്തിയിരിക്കുകയാണ്. ഞങ്ങൾ മുൻപും ഈ ഹോട്ടലിൽ വന്നതാണ്. ഹോട്ടലിൻ്റെ പേര് ചില്ലീസ്. അപ്പം നമുക്ക് ഹോട്ടലിനകത്തേക്ക് പോയി നോക്കാം. അപ്പം നമ്മൾ ഫുഡിനായിട്ടുള്ള കട്ട് വെയിറ്റിങ്ങിലാണ്. നമ്മൾ ഓർഡർ ചെയ്തത് ലിവർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നല്ല ബോട്ടിയും പൊറാട്ടയും പൂരിയും മീൻ കറിയൊക്കെയാണ് ഓർഡർ ചെയ്തത്. അങ്ങനെ ബോട്ടി എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങൾ ഓരോന്നോരോന്നായി വന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല മൊരിഞ്ഞൊരു പൊറാട്ടൻ്റെ ഒരു പീസ് എടുത്തിട്ട് കുറച്ച് ബോട്ടിയും കൂട്ടി പിടിച്ച് ഇതാ ഇതുപോലെ, എന്നിട്ട് ബിസ്മില്ലാഹ് എന്ന് ചൊല്ലിയിട്ട് വായിലേക്ക് വെക്കുക. എന്നിട്ട് നല്ല സ്ട്രോങ് ഒരു ചായയും ഒരു മുറുക്ക് കുടിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീല്. ഇനി കുറച്ച് ബാജിയും കൂട്ടി കഴിച്ചു വെക്കാം. ഇനി കുറച്ച് മീൻകറി കൂട്ടി കഴിച്ചു വെക്കാം. തരക്കേടില്ല. സത്യം പറയാലോ, ഭക്ഷണം തരക്കേടില്ല. ടേസ്റ്റുള്ള ഭക്ഷണം കേട്ടോ. ഭക്ഷണമൊക്കെ എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടുകൊണ്ടില്ല. മുഖത്ത് തിളക്കം. രണ്ട് ബോട്ടി നാളെ രണ്ട് ബോട്ടി. അങ്ങനെ ഞങ്ങളിതാ പ്രഭാത ഭക്ഷണവുമായിട്ടുള്ള യുദ്ധം കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് പിടിക്കാൻ പോവാണ്.
ഫുഡ് മാക്സിമം അടിച്ച് മിന്നി വിശപ്പും മാറ്റിയതിന് ശേഷം ഭക്ഷണങ്ങളെക്കുറിച്ചുള്ളൊരു വലിയൊരു പഠന ക്ലാസ്സാണ് ഞങ്ങളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നത് ഭക്ഷണം കഴിക്കുക, കൊച്ചു പറഞ്ഞ മാതിരി ഒരളവിൽ കഴിക്കുക, പഞ്ചസാര കുറക്കുക, വാരി വാരി കഴിക്കുക. അതായത് എന്ത് കഴിച്ചാലും ഒരു മിതമായ രീതിയിൽ കഴിക്കുക, അടിച്ചു മിന്നാക്കുക. 5 പൊറോട്ട അതാണ് ഭക്ഷണം. ഒരു മീഡിയം എന്നിട്ട് ഭക്ഷണമൊക്കെ മീഡിയം ലെവലയച്ച് 3 പൊറോട്ട ഒരു പൂരി. 3 പൊറോട്ട ഒരു പൂരി. പൊറോട്ടക്ക് ഒന്ന് കൂടുതൽ കഴിക്കരുത്. ശരിക്കും പൊറോട്ട കഴിക്കരുത്. ഞാൻ പൊറോട്ടക്ക് എതിരാ. പൊറോട്ടക്ക് എതിരാന്ന് പറഞ്ഞാൽ 3 പൊറോട്ട അടിച്ചു മിന്നി വരത്തില്ലല്ലോ അല്ലേ? ഒരു പൂരി അടിച്ചു മിന്നി അമർന്നിരിക്കുകയാണ്. മമ്മൂട്ടി പറഞ്ഞാൽ അതായത് മരുന്ന് കഴിക്കുന്ന മാതിരി ഭക്ഷണം കഴിക്കുന്ന മാതിരി മരുന്ന് കഴിക്കേണ്ടി വരൂല. അങ്ങനെ നമ്മുടെ ഇന്നത്തെ പ്രഭാത നീരാട്ടിൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ്. ഇനി വീണ്ടും പുതിയൊരു വീഡിയോയിൽ വരാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും.